ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള യാത്രയുടെ ഭാഗമാണിത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ അമ്പനാട് ഹിൽസിൻ്റെ ഗേറ്റിങ്കൽ വന്നിട്ട് അവിടെ പാസ് എടുക്കാനൊക്കെ ഉള്ള അലമ്പ് കണ്ടായിരുന്നല്ലോ എല്ലാവരും അല്ലേ. അതിനുശേഷം നമ്മൾ അമ്പനാട് ഹിൽസിൻ്റെ അകത്തേക്ക് അവരുടെ അനുഭവത്തോടു കൂടി കയറുകയാണ്. അവിടെ അമ്പനാട് ഹിൽസിലെ കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മനോഹരമായ ഈ അമ്പനാട് ഹിൽസ് എന്ന പ്രദേശം ഇവിടെ കയറി വന്നപ്പം എനിക്കുണ്ടായൊരു ഫീലിംഗ് ഞാൻ നിങ്ങളോട് പറയാം. അതായത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ദ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് നോവലുണ്ട്. ആ ഇംഗ്ലീഷ് നോവലിൻ്റെ മലയാളം പരിഭാഷയൊക്കെ കിട്ടാനുണ്ട്. നഷ്ടപ്പെട്ട ലോകം എന്ന് പറയുന്നത്, അതെടുത്ത് വായിച്ചു നോക്കുക. അതായത് നമ്മുടെ ജുറാസിക് പാർക്ക് എന്ന സിനിമ പരമ്പരയുടെ കാരണമായിട്ടുള്ള ഒരു നോവലാണത്. ആ നോവൽ വായിച്ചവർക്കൊക്കെ ഇവിടേക്ക് വരുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അതിനപ്പുറത്തോട്ട് പോയാൽ ഇവിടെ വരെ ചർച്ച വരെ പോകാൻ പോലും ഞങ്ങൾ പ്രത്യേകം ചോദിച്ചു അവിടെ പൊക്കോട്ടെ, കാരണം പാസ് എടുത്തല്ലേ, അങ്ങോട്ട് പൊക്കോട്ടെ. അതെ, നമുക്ക് അങ്ങോട്ട് പോകാൻ ഇവർ പറയുന്നത്. അങ്ങോട്ടൊന്നുമില്ല, അങ്ങോട്ട് ടവർ അവിടെ ഒന്നുമില്ല. ഞങ്ങൾ അവിടെ പോയതാ, അവിടെ ഒന്നുമില്ല. അവിടുന്ന് അങ്ങോട്ട് അവിടെ ഒന്നുമില്ല. അയ്യോ, ടവർ വരെ പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അത് കഴിഞ്ഞ് പോയോ? അത് കഴിഞ്ഞ് പോയി. കേസ് എടുക്കുമെന്ന് പറയും. അവിടെ തിരിച്ചു വന്നു. പറയണ്ട ഇനി പോയെന്ന് പറയല്ലേ. ഇവിടെ ഈ താഴെ ഒരു ചർച്ച ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ വരെ പോയിട്ട് വരാം. ഇവിടെ ഒന്നും ചർച്ച കണ്ടില്ലല്ലോ. അല്ല, ഈ ബ്രിട്ടീഷ് ബംഗ്ലാവ് ഒക്കെ ആടോ. പിന്നെ അതാ അവരോട് ചോദിക്കാം, അറിയത്തില്ല. 500 കൊടുക്കുന്നതിന് 500 കൊടുത്തില്ലേ? അല്ലല്ല, പത്തനംതിട്ട. ആലപ്പുഴ. ഈ ബ്രിട്ടീഷ് ബംഗ്ലാവ് എവിടാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയി കുറച്ച് സ്റ്റിൽ എടുക്കായിരുന്നു. ലോക്കൽ ആൾക്കാരെ ചോദിക്കണം. അതെ, ഇവിടെ ഉള്ളവരോട് ചോദിക്കും. ഇവർക്കറിയോ? അല്ല, ഞങ്ങളെല്ലാം കൂടെ അവിടുന്ന് ഒരുമിച്ച. അതെ, പോയിട്ട് വരാം. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. I'm just telling you to fight for your dreams, but it's not what it seems. Man, it's hard to be seen when everybody wants to be king. Yeah, they all wanna ring. Yeah, we all wanna be free. So show me what you got, what you bring, how you fight in the ring, how you take a fucking swing. Do you got heart? Are you mean? Got some scars, got some needs. Are you willing to go bleed? I swear to God, they all let me down. I always fought just to wear the crown. I'm pissed off at these fucking clowns who were all taught they deserve an ounce. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. I swear to God, they all let me down. I always fought just to wear the crown. I'm pissed off at these fucking clowns who were all taught they deserve an ounce. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. അച്ഛൻ വന്നില്ലേ? ഇവിടെ എന്തുകൊണ്ട്? ഇവിടെ ഒരു ചർച്ച ഉണ്ട്, ചർച്ച വരെ പോകാൻ പറ്റത്തുള്ളൂ. ചർച്ച ഒന്നും നമ്മൾ കണ്ടില്ല. ഇവരുടെ ഇതുണ്ട്, എസ്റ്റേറ്റ് ലയങ്ങൾ താഴെ, അവിടെ പോകാൻ പറ്റും. പക്ഷേ അവിടെ ഉള്ള ഒരാളുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഉള്ളി പറഞ്ഞു. വേണമെങ്കിൽ അങ്ങ് പോവാം, നമുക്കങ്ങ് പോവാം.
ഒരു ഐഡിയ ഇല്ല. നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും വന്നു. നമുക്കായിട്ട് പോവാം. ചർച്ച നോക്കാം. കുരുത്തടിയൊക്കെ കണ്ടില്ലായിരുന്നു. അറിയത്തില്ലേ? അതറിയില്ല. ഓർത്ത് അത് ആനയുണ്ട്. എല്ലാവരും തൊഴിലാളികളെല്ലാം ഉണ്ടല്ലോ. എല്ലാവരും പണിയിലാണ്. ഇല്ലെങ്കിലും ഒക്കെ ഞായറാഴ്ച ഇതിലേറെ വലിയ വീടുകളിലൊക്കെ അവർ നാട്ടിലൊക്കെ പോയോ. അത്രയും നേരം താഴെ ഒരു ചർച്ചുണ്ട്. താഴെ ഒരു ചർച്ചുണ്ട്. ചർച്ച അവിടെ വരെ ഉള്ളു. വഴിയും തീരും. രസമാണ്. കല്ലിന്റെ മണ്ടയിൽ കുരിശൊക്കെ അവിടെ എങ്ങനെ ഉണ്ട്. അപ്പുറത്തൊക്കെ പോയിട്ടൊക്കെ ഒന്ന് അപ്പൊ തിരിച്ചങ്ങോട്ട് പോവാം. ഇനി നമ്മൾ അവിടെ ആദ്യം അവിടെ ചെന്നിട്ട് അങ്ങോട്ട് അവിടെ റൈറ്റ്. ആ
അവിടെ കാടല്ലേ ഉള്ളൂ. ആ വഴി അങ്ങോട്ട് പോകുന്നറിയോ? അത് ചിലപ്പോ ഇവിടെ പോവായിരിക്കും, എന്തോ ആര്യങ്കാവ് എല്ലാം പോവായിരിക്കും. അത് അറിയത്തില്ല, വനം അതിലെ പോകാൻ അനുവാദമില്ല, കേസെടുക്കും. ചിലപ്പോ ആര്യങ്കാവ് പോകാനായിട്ട് ആര്യങ്കാവിലോട്ടുള്ളേ കാണുമോ? എന്നാലും കാറിന് 500 രൂപ. അല്ല, കാറിന് 500 രൂപ കൊടുത്തേക്കുന്ന മറ്റേ അവിടെ കിടന്ന കാറുകാരെല്ലാം ഇത്തിരി അടിച്ചിട്ടുമുണ്ട്. 500 രൂപ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞു കാറിന്? സത്യത്തിൽ അമ്പനാട് തിരിച്ച് വരുന്നത് ആ വഴി വന്നിട്ട് ഗേറ്റിൽ വന്ന് തിരിച്ചു പോകുന്നുണ്ട് അല്ലേ? അല്ല, ഇച്ചിരി ആ പൈൻമരമൊക്കെ ഉള്ളടം വരെ ഇതാണ്ട നോക്കാതെ ചർച്ചാന്നല്ലേ നോക്കി. അച്ഛൻ എന്താ ആണി അടിച്ച് നിർത്തേക്ക് വന്നേ? അല്ലേ, എന്നെ ആണി അടിച്ച് നിർത്തേക്ക് വന്നു. മാറിപ്പോ എല്ലാം തിന്നുവായിരുന്നു. ചർച്ചാന്ന് മനസ്സിലാക്കിയത് ഈ ചർച്ച തന്നെ കാണാൻ മറ്റേ ചർച്ച കാണാൻ പറഞ്ഞതാണ്. തേക്കും കരിയില കയറി. ഓ, ഒരിക്കലും ആയിരിക്കും. നിങ്ങൾ അങ്ങോട്ട് വിട്ടേ. സംഭവം കണ്ടോ? അവിടെ ആയിരിക്കും. അതല്ലേ വേണ്ട ഒരു വഴിയാണ്. അതപ്പം അപ്പുറത്തുള്ള വഴിയാ. പോട്ടെ പോട്ടെ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ മേടിക്കുന്നത് ഭയങ്കര അതിക്രമമാണ്. യഥാർത്ഥത്തിൽ ബൈക്ക് കയറ്റി വിടുന്നതിന് 100 രൂപ മേടിക്കും. ഇവിടെ കണ്ട് കാണാനാണുണ്ടോ? ബൈക്കിന് 50 രൂപ, ക്യാമറയ്ക്ക് അത് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോ പൈസ തിരിച്ചു തരുമോ? നമുക്ക് അവിടെ തന്നെ ചോദിക്കാം. ബ്രിട്ടീഷ് ബംഗ്ലാവ് എവിടാന്ന് ചോദിക്കാം. ആശം മേടിച്ച് കൈ വെച്ചിട്ടേ അയാൾ എന്താ പറഞ്ഞ അവിടെ സെക്യൂരിറ്റി. അത് നമുക്ക് അടുത്ത് ഇവിടെ അതല്ല, ഇതിലും പൂവില്ല. ഇതേലുമില്ല. അതായത് ഇതേലുമില്ല. പിന്നെ ഇല്ല. നല്ല പൂവില്ലാത്ത മണം പറ്റും. അതുണ്ട്, പക്ഷെ അത് തൊട്ടടുത്ത് കാണാൻ പറ്റത്തില്ല. അല്ല, അത് ഇറങ്ങി എടുത്തിട്ട് കാര്യമില്ല. അത് തെളിഞ്ഞ് കാണത്ത് പോലുമില്ല. പോട്ടെ.
തൊട്ടടുത്ത് കിട്ടുന്നത് അവിടെ മരങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ നിൽപ്പുണ്ട്. അടുത്ത് വന്നപ്പോൾ അതിന്റെ മണം ഇത് തീരുന്നില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. ഇതല്ലെങ്കിൽ ഇതുവരെ പോയാലേ ഇതുവരെ പോയാലേ ജാതിക്ക് കിട്ടും. സീസൺ സമയം താഴോട്ടല്ല, അവിടുന്ന് അങ്ങ് ജംഗ്ഷൻ ചെന്നിട്ട് ഇതിലെ അവന്മാര് പറഞ്ഞു കേട്ടില്ലേ, അവര് ഇതുവഴി പോയിട്ട് ഒന്നും കാണാൻ കിട്ടിയില്ലെന്ന്. ഇതുവഴിയല്ല ഓ, അവരിവിടെ കാർ ഇട്ടോണ്ട് കിടന്നത്. താഴെ പോയെന്നാണ്. ആ 10-15 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഒന്നും ഇതിലെയല്ല. ആര് പറഞ്ഞു? അവരിവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയത് അല്ലെന്ന്. ആ കാറെ കിടന്നവന്മാർ ഇവിടെ കിടന്നത്. അവര് പറഞ്ഞു ഇതുവഴി താഴെ പോയിട്ട് തിരിച്ചു വന്നാ പറഞ്ഞു. ദൈവമാരോട് ചോദിച്ചേ, അവർക്കറിയായിരിക്കും. ഈ വഴി അങ്ങോട്ട് പോകും താഴോട്ട്. ഈ വഴി എവിടെ പോകും? താഴോട്ട് അതുവഴിയുള്ള വഴി എങ്ക പോകും? പാകലാത്മീക അവിടെ അവരോട് ചോദിക്കും എങ്ങോട്ടാ പോകണ്ട, എന്താ ചെയ്യേണ്ടത്. എനിക്കായാലും അവരോട് വരട്ടെ. അവിടുന്ന് ഒരു ബോട്ടിൽ വെള്ളം വേണം. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet.